ഇതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വിധമാണ്. ആവശ്യത്തിനുള്ള നെയ്യിട്ട് 2 സ്പൂൺ നെയ്യാണ് ഞാനിതിൽ ഉപയോഗിച്ചേക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള കശുവണ്ടിയും കിസ്മസും എടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഒരു സവാള വറുക്കുവാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു പകുതി സവാള എടുത്ത് വഴറ്റുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറുവപ്പട്ട, പെരുംജീരകം, 4 ഏലക്കായ, 3-4 ഗ്രാമ്പുവും കൂടി എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അത് ആ മിക്സ് ഇതിലേക്ക് സവാളയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ക്യാരറ്റ് ചെറിയ പീസുകളാക്കി മുറിച്ചതും ഞാൻ കുറച്ച് ക്യാബേജും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. ആ ബസ്മതി അരി അരമണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബസ്മതി അരിയും കൂടി ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള വിധത്തിലാണ് എടുത്തേക്കുന്നത്. ഇത് ബസ്മതി അരി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട ശേഷം വെള്ളം തിളച്ച ശേഷം ആ വെള്ളം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തിളച്ച് വരുന്നത് വരെ തീ കൂട്ടി വെക്കണം. അത് തിളച്ച ശേഷം തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അരി വേകുകയുമില്ല, വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. ഒരു 10 മിനിറ്റിന് ശേഷം അതിലേക്ക് വെള്ളം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുവിധം വെന്തും ഒരു പകുതി മുക്കാൽ വെന്തിട്ടുണ്ടാവും. അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാളയും കശുവണ്ടി എല്ലാനും ഇടുക. പിന്നെ വേപ്പില, മല്ലിയില ഇതെല്ലാനും കൂടി ഇട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി തീ കുറച്ച് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിതിൽ നെയ്യ് ഇട്ടിട്ടില്ല. ആദ്യം എടുത്ത നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൂടാതെ വേറെ എക്സ്ട്രാ നെയ്യ് ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഒരു 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം ഇത് നമുക്ക് വിളമ്പാനും. ഇതിൻ്റെ കൂടെ താറാവ് റോസ്റ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്നത്. ചിക്കൻ കറിയോ താറാവ് അല്ലെങ്കിൽ ബീഫ് കറി എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടാം. പിന്നെ സാലഡ് തൈരിട്ട് എടുത്തിട്ടുണ്ട്. കൂടാതെ മുസാഡത് എന്ന് പറഞ്ഞാൽ മസ്റ്റേർഡ് സോസ് എന്നും പറയും. അതുണ്ടാക്കുന്നത് കടുക്, കശുവണ്ടി, പിന്നെ കിസ്മസ്, വിനാഗിരി ഇതെല്ലാനും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്ന ഒരു സോസാണിത്. ഇത് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിച്ച് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്.